പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 20-ാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും? ഈ ഉപതെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. നമുക്കറിയാം, ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും, ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് മുൻ കോൺഗ്രസ്സുകാരനായിരുന്ന ഡോക്ടർ പി സരിനും, NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് BJP സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാറുമാണ്. സംസ്ഥാനത്തെ 2 നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് കഴിഞ്ഞു. പാലക്കാട് മാത്രം 20-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. വാശിയേറിയ പ്രചാരണമായിരുന്നു 3 മുന്നണികളും നടത്തിയത്. യഥാർത്ഥത്തിൽ ഈ 3 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയത് പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിജയത്തിനും ഇരട്ടി മധുരമാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കലാശക്കൊട്ട് വൈകുന്നേരം 6 മണിക്കാണ്. 3 മുന്നണികളുടെയും റോഡ് ഷോകളിലും പ്രചാരണ ജാഥകളിലും ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സേന സുരക്ഷ ഒരുക്കും. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന 3 മുന്നണികളുടെയും കലാശക്കൊട്ട് DYSPമാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും. മുട്ടിക്കുളങ്ങര KIP 2, കല്ലേക്കാട് AR ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ് പോലീസ് സേന എത്തുന്നത്. സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് 3 മുന്നണികൾക്ക് പ്രത്യേകം ഇടങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. കലാശക്കൊട്ടിന്റെ ആവേശം അതിര് കടക്കരുതെന്ന് 3 മുന്നണികളിലെയും, അതായത് UDFന്റെയും LDFന്റെയും NDAയുടെയും നേതാക്കൾ മാത്രമല്ല സ്ഥാനാർത്ഥികളും പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നേതാക്കളുടെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും സ്ഥാനാർത്ഥികളുടെ നിർദ്ദേശവുമുണ്ട്. നാളെ നിശബ്ദ പ്രചാരണമാണ്. ഈ നിശബ്ദ പ്രചാരണവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും. പൊതുയോഗങ്ങൾ, ജാഥ, പ്രകടനം, ഉച്ചഭാഷിണി ഉപയോഗം തുടങ്ങിയവയൊന്നും പാടില്ല. കൂട്ടത്തോടെ മൊബൈൽ സന്ദേശം അയക്കുക, ശബ്ദ സന്ദേശം, എക്സിറ്റ് പോൾ, ടെലിവിഷൻ, സംഗീത പരിപാടികൾ എന്നിവയൊന്നും പാടില്ല. ഇവ ലംഘിക്കുന്നത് തടവും പിഴയുമോ രണ്ടും കൂടിയുള്ള ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. UDFന്റെ കലാശക്കൊട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ഒലവക്കോട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പേഴുങ്കര, മെഴ്സി കോളേജ്, തിരുനെല്ലായി, KSRTC ബസ് സ്റ്റാൻഡ്, IMA ജംഗ്ഷൻ വഴി 5:30 സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. LDFന്റെ കലാശക്കൊട്ട് വൈകിട്ട് 4 മണിക്ക് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ്, കാരേക്കാട്, സുൽത്താൻപേട്ട ജംഗ്ഷൻ വഴി 5:30 സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും. NDAയുടേത് ഉച്ചയ്ക്ക് 2:30 മേലാമുറിയിൽ നിന്ന് ആരംഭിച്ച് ചുണ്ണാമ്പുതറ, ജൈനിമേട്, കൽപ്പാത്തി, പുത്തൂർ, വലിയപാടം, മണലി ബൈപ്പാസ് വഴി 5:30 സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും. വാശിയേറിയ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള പ്രചാരണം വെച്ച് നോക്കുകയാണെങ്കിൽ UDFനാണ് മുൻതൂക്കം. പ്രത്യേകിച്ച് NDAയിൽ നിന്നും BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയത് BJPക്ക് ഒരടിയായിട്ടുണ്ട്. വലിയ വോട്ടുകളൊന്നും അതുകൊണ്ട് കോൺഗ്രസിന് കിട്ടില്ലെങ്കിലും നിഷ്പക്ഷമായ ചില വോട്ടുകളിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല, ട്രോളി ബാഗ് വിവാദവും ഒക്കെ UDFന് മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായിരുന്ന സരിൻ സീറ്റ് കിട്ടാതെ അഭയാർത്ഥിയായി വന്നപ്പോൾ സീറ്റ് നൽകി ആദരിച്ചത് CPMൽ അമർഷം പുകയാണ്. ജയരാജന്റെ ആത്മകഥയും തുറന്നു പറച്ചിലും മാത്രമല്ല, ഭരണവിരുദ്ധ വികാരവും ഇടതുമുന്നണിക്ക് എതിരാവും. BJPയിലാണ് പാളയത്തിൽ പട. കഴിഞ്ഞ തവണ മെട്രോമാൻ ശ്രീധരൻ പിടിച്ച വോട്ട് പോലും കൃഷ്ണകുമാർ പിടിക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, BJP ജയിക്കുന്നത് CPMന് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിന്റെ പഴി മുഴുവൻ കേൾക്കുന്നത് CPM ആണ്. അതുകൊണ്ട് തന്നെ BJP ഇവിടെ വിജയിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും നിയമസഭയിൽ എത്തുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ.